ഇന്ന് ഞാനൊരു തൽക്കാലം കുറച്ചൊരു വിഷയം സംസാരിക്കാം. ഷെയറിങ്ങിലേക്ക് എല്ലാവർക്കും ഒരുങ്ങുന്ന സമയമാകുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നിയ ചില വിഷയങ്ങൾ. മാറ്റർ ഏതാന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഓഫ് കൗൺസിലർ. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ട ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റികൾ. ഒരു 14 ക്വാളിറ്റിയാണ് അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എംപതി, അണ്ടർസ്റ്റാൻഡിങ് എ ഷെയറിംഗ് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ ഫീലിംഗ് അത് മനസ്സിലാക്കാൻ കഴിയുക. അതൊരു കൗൺസിലർക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലർ അടുത്ത് ഒരു ക്ലയന്റ് വരുമ്പോ ആ ക്ലയന്റ് പറയുന്ന സമയത്ത് ഞാനിതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നതിലുപരി ആ ആൾ എന്താണ് ഈ സമയത്ത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരോട് കാണിക്കുന്ന ആ ഒരു എംപതി, അതാണ് ഉണ്ടാകേണ്ട ഒന്നാമത്. 2, ആക്റ്റീവ് ലിസണിങ്, സശ്രദ്ധമായുള്ള കേൾവി. fully concentrating, understanding, responding and remembering what the client is saying. പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മനസ്സിലാക്കുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. ആൻഡ് റിമെമ്പറിങ്, ഓർക്കുക, വാട്ട് ദ ക്ലിയന്റ് ഈസ് സേയിങ്. ഈ ക്ലിയന്റ് എന്താണ് പറയുന്നത് എന്നത് ഓർമ്മ വേണം. പകരം ഈ ക്ലിയന്റ് പറയുന്നതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതിലുപരി ക്ലിയന്റ് എന്ത് പറയുന്നു എന്നത് സശ്രദ്ധം കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മൂന്നാമത്തേത് പേഷ്യൻസ്, ഒരു ക്ഷമയോടെ കേൾക്കാൻ കഴിയുക. അലോയിങ് ക്ലിയന്റ്, അതായത് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഇത് ഏതുവരെ പറയും, ഇയാൾ എന്തൊക്കെ ഇനി പറയാനുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും അയാൾക്ക് അത് പൂർണ്ണമായി പറഞ്ഞു തീരുന്നത് വരെ നാം സശ്രദ്ധം കേട്ടുകൊടുക്കുക. പേഷ്യൻസ്, allowing client to work through their issues at their own pace without feeling rushed. തിരക്ക് ആ ആൾക്ക് അനുഭവപ്പെടാൻ പാടില്ല. ക്ലിയന്റിന് ഈ വരുന്ന ആൾക്ക് തിരക്കുണ്ട് എന്ന് തോന്നാൻ പാടില്ല. അതുപോലെ അവരുടെ ഇഷ്യൂ അവരുടെ ലെവലിൽ നിന്ന് മനസ്സിലാക്കണം. ചിലപ്പോ ഒരാൾക്ക് അത് ഭയങ്കര ഇഷ്യൂ ആണ്, നമുക്കത് തീരെ ഒരു ഇഷ്യൂ തന്നെ അല്ല എന്ന് കരുതി നമ്മൾ അതിനെ അവഗണിക്കാൻ പാടില്ല. അവരുടെ ലെവലിൽ അത് മനസ്സിലാക്കി അത് അവർക്ക് പറഞ്ഞു തീരാനുള്ള സമയം കൊടുക്കുക, അതിനുള്ള പേഷ്യൻസ്, ക്ഷമ കാണിച്ചു കൊടുക്കുക. നാലാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയത്തിനുള്ള സ്കിൽ ഉണ്ടാവുക. ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി conveying information and understanding both verbal and non-verbal cues. വളരെ വ്യക്തമായി അതുപോലെ ഫലപ്രദമായി അവർക്ക് ബോധ്യപ്പെടണം. എന്ത്? അവർ പറയുന്ന വിഷയം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. വെർബലായും നോൺ വെർബലായും. എന്ന് പറഞ്ഞാൽ വെർബലായി എന്ന് പറഞ്ഞാൽ വാചികമായി അവർ പറയുന്നുണ്ട്, വാചികമല്ലാതെയും അവർ കുറെ ആശയം പറയും. ഒരാള് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് വാചികമായി നമ്മളോട് പറയുന്നതിലപ്പുറം വാചികമല്ലാതെ, അതായത് നാവ് കൊണ്ടല്ലാതെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്ത് ചെയ്യണം? നമുക്ക് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഇനി അഞ്ചാമത്തേത് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, മുൻവിധി ഇല്ലാതെയുള്ള മനോഭാവം കാണിക്കും. അതായത് ഒരു കക്ഷി വരുമ്പോ അറിയാം ഇയാളെ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത് നമുക്കറിയാം, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ മനസ്സിലാകലിന് ഒരു പ്രശസ്തിയും കൊടുക്കാൻ പാടില്ല. മറിച്ച് അത്തരം മുൻവിധികളൊക്കെ മാറ്റിവെച്ച് നിഷ്കളങ്കമായി യാതൊരു മുൻവിധിയുമില്ലാതെ കേൾക്കാൻ കഴിയണം. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, accepting clients without judgment or criticism regardless of their background or issues. നമ്മൾ ഒരു കുറ്റപ്പെടുത്തലില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, ഈ കക്ഷിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഇഷ്യൂ നമുക്കറിയാം.
എന്ന് കരുതിയിട്ട് അവർ പറയുന്നതിന് ഒരു മുൻധാരണ കൊടുക്കാതെ കേൾക്കണം. ഒരു ക്ലിയന്റ് വരുന്ന സമയത്ത് യാതൊരു മുൻധാരണയില്ലാതെ അവരെ കേൾക്കാൻ നമ്മൾ സന്നദ്ധമാണ്. ആറാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി. അവർക്കെപ്പോഴും അവരുടെ രഹസ്യം അതെല്ലാം ഇവിടെ സുരക്ഷിതമാണ് എന്ന് ബോധ്യം വരണം, അത് ഉണ്ടാകുകയും വേണം. അവരുടെ ഒരു സീക്രട്ട് മറ്റൊരിടത്തും പറയപ്പെടാൻ പാടില്ല, ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല, നമ്മുടെ തന്നെ മനസ്സിൽ അത് കൊണ്ടു കിടക്കാൻ പാടില്ല. അവർ പറഞ്ഞു തീർന്ന് അവരുമായി സദസ്സ് പിരിയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സാധനങ്ങൾ കളഞ്ഞിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. അല്ലാതെ കേൾക്കാൻ സന്നദ്ധമായാൽ ഈ കൗൺസിലർ സമീപകാലത്ത് തന്നെ ഒരുപക്ഷെ രോഗിയാകാനും അല്ലെങ്കിൽ വന്ന ക്ലിയൻസിന്റെയൊക്കെ നെഗറ്റീവ് ടെൻഡൻസികൾ പിടികൂടാനും വളരെയേറെ സാധ്യതയുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കോൺഫിഡൻഷ്യാലിറ്റി വിടാൻ പാടില്ല. നമ്മളെടുത്ത് വന്ന കക്ഷികളെ കുറിച്ച് അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ന്യൂനതകൾ ഒരു കക്ഷിയോടും, ഭാര്യയോടോ സുഹൃത്തിനോടോ ഒരാളോടും പുറത്ത് പറയപ്പെടാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിനിങ് പ്രൈവസി ആൻഡ് ട്രസ്റ്റ്. അവരുടെ സ്വകാര്യതയും അവരുടെ വിശ്വാസ്യതയും സംരക്ഷിക്കണം. ബൈ കീപ്പിംഗ് ക്ലിയർ ഇൻഫർമേഷൻ സെക്യൂർ ആൻഡ് പ്രൈവറ്റ്. സ്വകാര്യമായും സുരക്ഷിതമായും അവരുടെ വിവരങ്ങൾ സൂക്ഷിക്കണം. ഏഴാമത്തത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. പ്രശ്നപരിഹാരത്തിനുള്ള സ്കിൽ ഉണ്ടാകും, നൈപുണ്യം ഉണ്ടാകും. ഹെൽപ്പിംഗ് ക്ലിയൻസ് ഫൈൻഡ് സൊല്യൂഷൻസ് ടു ദെയർ ഇഷ്യൂസ് ആൻഡ് ഡെവലപ്പ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അവരെ ഒരു ഹെൽപ്പിംഗ് ക്ലിയൻസ്, ഈ വന്ന ആളെ സഹായിക്കുക. ഫൈൻഡ് സൊല്യൂഷൻ, പരിഹാരം കാണുക. ടു ദെയർ ഇഷ്യൂസ്, അവരുടെ ആ പ്രശ്നത്തിന് ഉണ്ടായ സംഭവത്തിന് പരിഹാരം കാണുക. ആൻഡ് ഡെവലപ്പ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ കോപ്പിംഗ് സ്ട്രാറ്റജി മനസ്സിലാക്കുക. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് വരുന്ന കോപ്പിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ സൊല്യൂഷൻ കാണാൻ എളുപ്പം സാധിക്കും. അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. എട്ടാമത്തത് കൾച്ചറൽ കോമ്പിറ്റൻസ്. ഒരു കൾച്ചറൽ ആയിട്ടുള്ള കൂവത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബീങ് അവെയർ ഓഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടുവാർഡ് cultural differences and how they impact the counseling process. ഒരു ബോധവാനായിരിക്കുക എന്ന് വളരെ ആദരവോടുകൂടെ തന്നെ ഏത് വിഷയത്തെക്കുറിച്ച്, ടുവാർഡ് കൾച്ചറൽ ഡിഫറൻസസ്, അവരുടെ വ്യത്യസ്തമായ കൾച്ചർ, സംസ്കാരം, ആ സംസ്കാരത്തെ കുറിച്ച് ബോധവാനാവുക. ആൻഡ് ഹൗ ദേ ഇമ്പാക്ട് ദ കൗൺസിലിംഗ് പ്രോസസ്. ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ അത് എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ച് ബോധം ഉണ്ടാവുക. അതായത് ഒരു കൾച്ചറൽ ആയിട്ട് നമുക്ക് നല്ല ഇംപ്രൂവ്മെന്റ് നമ്മളുടെ ഈ പ്രോസസ്സിനിടയിൽ നമുക്ക് കാണിക്കാൻ കഴിയണം. ഒമ്പതാമത്തത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്, ഞാൻ വിശദീകരിക്കല്ല. ജസ്റ്റ് ഒരു ഈ ഫീൽഡിലേക്ക് പിന്നീട് വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു ചെറിയൊരു ക്ലാസ് എടുക്കുന്നു മാത്രം. പ്രൊഫഷണലിസം, മെയിൻറ്റെയിനിങ് അപ്രോപ്രിയേറ്റ് ബൗണ്ടറീസ്, എത്തിക്സ് ആൻഡ് എ പ്രൊഫഷണൽ ഡിമീനർ. അതായത് നമ്മുടെ ഒരു പരിമിതി, അതായത് സാഹചര്യത്തിനനുസരിച്ചുള്ള പരിമിതികൾ സൂക്ഷിക്കണം. അതോടൊപ്പം നമ്മുടെ അടിസ്ഥാന ആശയം സൂക്ഷിക്കണം. പിന്നെ ഒരു പ്രൊഫഷണൽ വിധാനം അതെപ്പോഴും സംരക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാളോട് പെരുമാറുമ്പോഴും കൗൺസിലിംഗ് അപ്പിയറൻസ്, ആ ഒരു സാഹചര്യമൊക്കെ അതിന്റെ നിലവാരം പെരുമാറ്റത്തിൽ, സാഹചര്യത്തിൽ എല്ലാറ്റിലും വെച്ച് പുലർത്തണം. 10 അഡാപ്റ്റബിലിറ്റി. ഒരു വിധേയപ്പെടേണ്ടതിന് വിധേയപ്പെടണം. എല്ലായിടത്തും ഒരേപോലെയല്ല, വ്യത്യാസപ്പെടേണ്ടിടത്ത് വ്യത്യാസപ്പെടാനുള്ള ഒരു വഴക്കം വേണം. ഒരു വഴക്കം. എല്ലായിടത്തും ഒരേ ട്യൂണില്, കവുങ്ങിനും ഒരേ തള, തെങ്ങിനും ഒരേ തള, അങ്ങനെയല്ലല്ലോ. ഓരോന്നിനും വ്യത്യസ്തത ഉണ്ടാവില്ല. അതുപോലെ പ്രൊഫഷണലിസം, മെയിൻറ്റെയിനിങ് അപ്രോപ്രിയേറ്റ് ബൗണ്ടറീസ്, എത്തിക്സ്, അഡാപ്റ്റബിലിറ്റി, ബീങ് ഫ്ലെക്സിബിൾ ആവുക. ആൻഡ് ഓപ്പൺ ടു അഡ്ജസ്റ്റിംഗ് മെത്തേഡ്സ് ചേഞ്ച് ചെയ്യേണ്ടിടത്ത് അതിന് പറ്റണം. ടു മീറ്റ് ദ യുണീക്ക് നീഡ്സ് ഓഫ് ഈച്ച് ക്ലിയന്റ്. ഓരോ ക്ലിയന്റും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. അതായത്
കടപ്പുറത്ത് നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ നിന്ന് വരുമ്പോഴും ഗ്രാമത്തിൽ നിന്ന് വരുമ്പോഴും ഇനി വലിയ സ്വർണം കച്ചവടം ചെയ്യുന്ന ആളായിട്ട് വരുമ്പോഴും മത്സ്യം കച്ചവടം ചെയ്തു വരുന്ന ആളായാലും ഇനി ഒരു പലചരക്ക് കച്ചവടം ചെയ്യുന്ന ആളായാലും ഒരു അധ്യാപകനാണെങ്കിലും ഏത് തലത്തിലുള്ളവരോടും നാം പെരുമാറുന്ന സമയത്ത് സമീപിക്കുന്ന സമയത്ത് അവരെല്ലാം യുണീക്കാണ്, എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റിയും വ്യത്യസ്തതയും ഉണ്ട് എന്ന് ഉൾക്കൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. 11ാമത്തത് സെൽഫ് അവയർനെസ്. അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ബേസസ്, ലിമിറ്റേഷൻസ് ആൻഡ് ഇമോഷണൽ ട്രിഗേഴ്സ്. ഇമോഷണൽ ട്രിഗേഴ്സ് മനസ്സിലാക്കണം. ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഒരു ട്രിഗർ ഉണ്ടാകും. ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചലിപ്പിക്കുന്ന സാധനം. ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണ്? ഒരാൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് എന്താണ്? അതിനൊരു ട്രിഗർ ഉണ്ടാകും. ഒരാൾക്ക് മക്കളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകും, ഒരു ശത്രുവിനെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടാകും. മക്കൾ ഒരു ട്രിഗറാണ് ഹാപ്പിനെസിന്റെ, ശത്രു ഒരു ട്രിഗറാണ് ദേഷ്യത്തിന്റെ. ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ട്. ഇമോഷണൽ ട്രിഗേഴ്സ് മനസ്സിലാക്കാൻ പറ്റണം. ലിമിറ്റേഷൻസ്, പരിമിതികൾ മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ ഓരോരുത്തർക്കും ഉള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ പറ്റണം. അതാണ് സെൽഫ് അവയർനെസ്. 12 റെസിലിയൻസ്, ഒരു ആത്മശാന്തി. ഒരു ഉള്ളിൽ നമുക്കൊരു ശാന്തത ഉണ്ടാകണം. നാം ഇങ്ങനെ ധൃതിയുള്ളവരും തിരക്കുള്ളവരും പരാതിയുള്ളവരും ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യുന്നത് വിജയകരമായി കഴിഞ്ഞുകൊള്ളണമെന്നില്ല. The ability to cope with the emotional demands of job and to manage stress effectively. ഒരാൾക്ക് എന്തിന് പറ്റണം? ഇമോഷണൽ ഡിമാൻഡ്സ് ഓഫ് ജോബ്. ആ ജോബിൻ്റെതായ ഡിമാൻഡ്സുകൾ, അതിന്റെ ഷുറൂത്തുകൾ, നിബന്ധനകൾ പാലിക്കാൻ പറ്റണം. അതുപോലെ സ്ട്രെസ്, മാനസിക പിരിമുറുക്കം വരുന്ന വിഷയങ്ങൾ വന്നാൽ കാര്യക്ഷമമായി അതിനെ നേരിടാൻ ഈ കൗൺസിലർക്ക് സാധിക്കണം. അല്ലെങ്കിൽ അയാളുടെ കൗൺസിലിംഗ് പലപ്പോഴും പൊട്ടിപ്പോകും. 13 ജെനുയിൻ ഇൻട്രസ്റ്റ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റൊരാളെ സഹായിക്കാനുള്ള താല്പര്യം ജെനുവിൻ ആയിരിക്കും. എനിക്ക് ഒരാളെ സഹായിക്കാൻ താല്പര്യം മറ്റു ചിലതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാകരുത്. അതായത് ഒരു ഫീസ് കിട്ടിയാലും ഇല്ലെങ്കിലും സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. ഫീസ് വാങ്ങണം വാങ്ങാതിരിക്കുക അത് മറ്റൊരു സബ്ജക്റ്റ് ആണ്, അതിവിടെ പരാമർശിക്കുക. അതേസമയത്ത് ഒരു കൗൺസിലറുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ജെനുവിൻ ആയിരിക്കും. അയാൾക്ക് അതിന് പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം അയാൾ എങ്ങനെ ചെയ്യണം എന്നതൊക്കെ മറ്റൊരു വിഷയം. A sincere desire to assist clients in improving their lives and well-being. ഒരു ക്ലിയന്റ് വരുമ്പോൾ അയാൾക്ക് പുരോഗതി ഉണ്ടാകുന്നതും അയാൾ നല്ല അവസ്ഥയിലായിരിക്കുന്നതും അയാളുടേതായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇയാളുടെ ആഗ്രഹമായിരിക്കണം. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. 14 knowledgeable. Having a true understanding of counseling theories, techniques and the specific issues faced by clients. ഒരു ക്ലിയന്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അതുപോലെ ടെക്നിക്കുകൾ, അതായത് ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ട ടെക്നിക്കുകൾ, കൗൺസിലിംഗ് തിയറി, ഇത്തരം കാര്യങ്ങളൊക്കെ വിഭവ സമൃദ്ധമായി ഈ കൗൺസിലർ അടുത്ത് വേണം. ഇങ്ങനെ 14 കാര്യങ്ങൾ ഒരു കൗൺസിലറുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ദീസ് ക്വാളിറ്റീസ് ഹെൽപ്പ് ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് where clients can explore their thoughts and feelings, develop insight and work towards positive change. ഒരു ക്ലിയന്റ് വരുമ്പോൾ അവർക്ക് നല്ല ഗുണകരമായ മാറ്റം ഉണ്ടാക്കാനും അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാനും ഒരു കൗൺസിലർക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ, 14 ക്വാളിറ്റികളാണ് ഇന്നിവിടെ ഞാൻ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയറിങ്ങിലേക്കൊക്കെ വരാം. ഞാൻ ആ ഭാഗം, അതിന്റെ ഇത് റെക്കോർഡാണ്, റെക്കോർഡ് തൽക്കാലം അവിടെ അവസാനിക്കും.